അത് ശരിയാണെന്ന് തോന്നുന്നു. ഇവളത് ചെയ്യും. അച്ഛന്റെ കള്ളത്തറ ഇവക്കും കിട്ടിയിട്ടുണ്ടാവും. ഹേമടത്തി, സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം. ആവശ്യമില്ലാത്ത ഈ കാര്യത്തിലേക്ക് എന്നെ വലിച്ചടയ്ക്കരുത്. ഇങ്ങനെ ഒരു മോളുണ്ടായതില് ഓരോ ദിവസവും കുറ്റബോധം കൊണ്ട് ഞാൻ നീറുക. അവള് ചെയ്ത തെറ്റിന് എന്നെ ബന്ധപ്പെടുത്തരുത്, കേട്ടോ? നിർത്ത്. അമ്മായി സംശയം മാത്രമേ പറഞ്ഞുള്ളൂ. നിങ്ങൾ ഞാനാണ് എടുത്തെന്ന പോലെയല്ലേ സംസാരിക്കുന്നത്? നിങ്ങളൊരു തന്തയാണോ? നിങ്ങളുടെ മകളായി പിറന്നതില് ഉമിത്തിയിൽ ദഹിക്കേണ്ടതാ ഞാൻ. സുന്ദരി ഒന്നൊരുങ്ങീവ. ഇതെന്താ വിഷയം? എന്തോ പന്തികേടുണ്ടല്ലോ. വീണ്ടും പ്രശ്നമായോ? ഇപ്പൊ തന്നെ ഫസ്റ്റ് ഷോ കഴിഞ്ഞേ ഉള്ളൂ, അപ്പോഴേക്കും വീണ്ടും സെക്കൻഡ് ഷോ തുടങ്ങി. മാഡം ശ്രേയ, നിങ്ങൾ എല്ലാരും സംശയിക്കുമ്പോ ഇല്ലാതാവുന്നതേ എല്ലാരോടുള്ള മര്യാദയും ബഹുമാനമാണ്. എല്ലാരും കുറ്റം പറയുന്നത് നമ്മളെ ആയിരിക്കും. അത് പറഞ്ഞതിനാണോ നീ എന്നെ സംശയിച്ച്? ഹലോ മാഡം, അമ്മ നിങ്ങളുടെ കൈ തന്നത് എന്റെ തറവാട്ടിലെ പാരമ്പര്യമായി കൈമാറി വന്ന ആഭരണങ്ങളാണ്. ഈ ആഭരണങ്ങൾ ഇതേപോലെ ഞങ്ങളുടെ കല്യാണത്തിന് അച്ഛൻ ഇവക്ക് സമ്മാനിച്ചു. അപ്പൊ തന്നെ ഇത് വേണ്ടാന്നും പറഞ്ഞ് ചാരു അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചു. അങ്ങനെ ഏൽപ്പിക്കാതെ ചാരു തന്നെ ഇത് സൂക്ഷിച്ചിരുന്നെങ്കിൽ ഇപ്പൊ മേഡത്തിന് ഇത് കിട്ടില്ലായിരുന്നു. അത് മാത്രമല്ല, ഇത്രയും നാൾ ആഭരണങ്ങൾ ഇരുന്നത് ഞങ്ങളുടെ വീട്ടിലാണ്. അവിടെ വെച്ചെടുക്കാൻ തോന്നാതെ ഈ അവസരത്തിൽ അങ്ങനെ തോന്നിയെന്നാണോ മേഡം പറഞ്ഞു വരുന്നത്? അതിന് മറ്റൊരു കാരണം ഉണ്ടാകാശേ. ആ സ്വർണം വീട്ടിലിരിക്കുമ്പോ എന്നായാലും ഇവിടെ കൈ തന്നെ വന്നു ചേരുമെന്ന് സ്വപ്നം കണ്ടിട്ടുണ്ടാവും. നിന്റെ അമ്മ ആഭരണങ്ങൾ എടുത്ത് ശ്രേയയ്ക്ക് കൊടുക്കുമെന്ന് ഇവള് വിചാരിച്ചു കാണില്ല. മനസ്സിൽ മോഹിച്ചത് കൈവിട്ടു പോയപ്പോ ചെയ്തതായിരിക്കും. വാ തുറന്ന അപവാദം മാത്രം പറയുന്ന നിങ്ങളുടെ വാക്ചാതുര്യം ഇവിടെ എല്ലാവർക്കും അറിയാം. അത് വെച്ച് ചാരുമോളെ കുറ്റപ്പെടുത്തണ്ട. ഞാൻ ആവശ്യമില്ലാതെ സംശയം പറഞ്ഞതല്ല അങ്കിൾ. തുടക്കം മുതൽ ഈ കല്യാണം മുടക്കാൻ ചാരുവാണ് മുന്നിലുണ്ടായിരുന്നത്. ഇപ്പൊ കണ്ടില്ലേ, സ്വർണം മാറ്റിവെച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി കല്യാണം നടക്കാതിരിക്കാനുള്ള പ്ലാനിങ്ങിലാ. അതുകൊണ്ടാ ഇവിടെ ഞാൻ സംശയിച്ചത്. ചാരു, നിന്നോട് എനിക്കൊരു ബഹുമാനമൊക്കെ തോന്നിയിരുന്നു. പക്ഷേ നീ ഇത്ര ചീപ്പാണെന്ന് ഞാൻ കരുതിയില്ല. നമ്മുടെ രണ്ടുപേരും ഇനി ഒരു വീട്ടിലല്ലേ ജീവിക്കാൻ പോകുന്നത്. സന്തോഷവും സങ്കടവും എല്ലാം ഒരുമിച്ച് പങ്കിടേണ്ടതല്ലേ. ഈ ആഭരണങ്ങളോട് നിനക്ക് ഇത്രയ്ക്ക് കൊതി ഉണ്ടായിരുന്നെങ്കിലേ അത് നിനക്ക് ഞാൻ തരുമായിരുന്നല്ലോ. ആരും അറിയാതെ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഒരു ചിന്ത ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ഇവിടെ മണ്ഡപത്തിലേക്ക് വരില്ലായിരുന്നല്ലോ. ഡാ, നീ ഇവളെ സപ്പോർട്ട് ചെയ്യണ്ട. എനിക്ക് സംശയം ഇവളെ തന്നെ. ശ്രേയമോളെ, സംശയം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ തീർക്കണം. നീ പോലീസിനെ വിളിച്ചേ, അവര് കണ്ടെത്തട്ടെ. അയ്യോ, പോലീസോ? യെസ്, കറക്റ്റ്. പോലീസ് വരട്ടെ. കൊടുക്ക്. ദാ മേഡം, വിളിക്ക്.
മാഡം, സ്വർണം കാണാതായിട്ട് എത്ര നേരമായി? കുറച്ചു നേരം ആയിട്ടുള്ളൂ സർ, ഒരു 1 അവർ. സ്വർണം പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാൻ റോഡിൽ പെട്രോളിംഗ് ടീമിനെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. ആദ്യം ഇവിടെയുള്ള ഓരോരുത്തരെയും ചെക്ക് ചെയ്യാം. കുടുംബത്തിലുള്ളവര് ഇങ്ങോട്ട് മാറി വയ്ക്കുക. പുറത്തുനിന്ന് വന്നവര് പുരുഷന്മാർ റൈറ്റ് സൈഡിലും സ്ത്രീകളെ ലെഫ്റ്റ് സൈഡിലുമായിട്ട് നിൽക്കുക. ഉത്തമ, ഷാജി, നിങ്ങൾ പുരുഷന്മാരെ ചെക്ക് ചെയ്യേ. വിനീത, നിങ്ങൾ സ്ത്രീകളെ ചെക്ക് ചെയ്യേ. ഓക്കെ സർ. സാർ, അപ്ഡേറ്റ് കിട്ടിയില്ല. ഒന്നുമില്ല സർ. ഓക്കെ, ഇനി കുടുംബത്തിലുള്ളവരെയാണ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ സർ. ഷാജി, വിനീത, നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ ബാഗുകളും ചെക്ക് ചെയ്യണം. ഉത്തമ, നിങ്ങൾ കുടുംബക്കാരെ ചെക്ക് ചെയ്യേ.